സ്വാഗതം മീഡിയ ഗ്രാമത്തിലേക്ക്. ദാരിദ്ര്യം വന്ന് മുട്ടി വിളിക്കുമ്പോഴും ആഡംബരത്തിന് ഒരു കുറവുമില്ലാത്ത നാടാണ് കേരളം. കേരളത്തിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാകാൻ തീരുമാനിച്ച പിണറായി വിജയൻ മലയാളികൾക്കുള്ള പെൻഷനും വീടും മറ്റു സഹായങ്ങളെല്ലാം മതിയാക്കി വെറും വിരുന്നുകൊണ്ട് കാര്യങ്ങൾ നേടിയെടുക്കുകയാണ്. 35 ദിവസം നടത്തിയ ആഡംബര യാത്രയിലും പൗരപ്രമുഖർ എന്ന പേരിൽ കുറേ ആളുകളെ വിളിപ്പിച്ച് വിരുന്ന് നൽകി വിടുകയായിരുന്നു പതിവ്. അല്ലാതെ അതിലൊന്നും നല്ല റിസൾട്ടൊന്നും ഉണ്ടായിട്ടില്ല എന്നെല്ലാവർക്കും അറിയാം. യാത്ര കഴിഞ്ഞിട്ടും വിരുന്ന് കഴിഞ്ഞിട്ടില്ല. പുതുതായി ക്രിസ്മസ് വിരുന്നാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ആരെയെങ്കിലും വെറുപ്പിക്കാനോ അല്ലെങ്കിൽ കാര്യം സാധിക്കാനോ ആണ് ഈ വിരുന്ന് കൊണ്ട് മുഖ്യമന്ത്രി ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇന്ന് നടന്ന ക്രിസ്മസ് പുതുവത്സര ആഘോഷ വിരുന്നിൽ ക്രൈസ്തവ സഭയുമായി ഉണ്ടായ തർക്കവും സജി ചെറിയാന്റെ വാക്കുമെല്ലാം ഒന്ന് ശമിപ്പിക്കാനാണ് വിരുന്ന് സംഘടിപ്പിച്ചത്. മുഖ്യമന്ത്രിയുടെ ക്രിസ്മസ് പുതുവത്സര വിരുന്നിൽ കർദിനാൾ മാർ ബസേലിയസ് ക്ലിമീസ് കത്തോലിക്ക ബാവ പങ്കെടുത്തിരിക്കുന്നു. സജി ചെറിയാൻ നേരത്തെ ക്രിസ്ത്യൻ സഭകൾക്കെതിരെ നടത്തിയ പരാമർശം തിരുത്തിയതിനെ തുടർന്നാണ് ഇവർ പങ്കെടുക്കാൻ തീരുമാനിച്ചത്. അതോടെ ലക്ഷങ്ങൾ പൊടിച്ച വിരുന്നുകൊണ്ട് ചെറിയ ഗുണമുണ്ടായി. UDFും BJPയും ഗവർണറുമടക്കം എത്താതിരുന്ന വിരുന്നിൽ ഒരു UDF MP മാത്രം എത്തി. മുസ്ലിം ലീഗിലെ അബ്ദുൾ വഹാബ് MP. കോൺഗ്രസിന്റെ കയ്യിൽ നിന്നും ഇങ്ങനെയൊരു അലംഭാവം ഉണ്ടായാൽ കാരണം ചോദിക്കാൻ നടക്കുന്ന മുസ്ലിം ലീഗ് ഇതിലെന്ത് നിലപാടെടുക്കും എന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിട്ടില്ല. ഏതായാലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ക്രിസ്മസ് വിരുന്നിൽ UDFിൽ നിന്നെത്തിയത് ഒരേ ഒരു നേതാവ് മാത്രമാണ്, അബ്ദുൾ വഹാബ്. പ്രതിപക്ഷ നേതാവിനെ അടക്കം ക്ഷണിച്ചിരുന്നുവെങ്കിലും ഇവർ ചടങ്ങിനാരും എത്തിയിട്ടില്ല. വഹാബ് മുതലാളിയും പിണറായി വിജയനും തമ്മിലുള്ള ബന്ധം ഈ വിരുന്നിനെത്തിയില്ലെങ്കിലും ഒരു കോട്ടം തട്ടുമായിരുന്നില്ല. എങ്കിലും മുതലാളി വന്നു. അതാണ് മുന്നണിയെ വിലവെക്കാതെയുള്ള മര്യാദ. മുഖ്യമന്ത്രിയുമായി പോരു തുടരുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ വിരുന്നിലേക്ക് ക്ഷണിച്ചിട്ടേയില്ല. ഗവർണർ തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടായിരുന്നു. കോൺഗ്രസിന് മാത്രമല്ല BJP നേതാക്കൾക്കും വിരുന്നിലേക്ക് ക്ഷണമുണ്ടായിരുന്നു. പക്ഷേ കേരളം ഇത്രയധികം ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുമ്പോൾ നിരന്തരമുള്ള ഈ വിരുന്നിനെ ജനങ്ങൾ പുച്ഛിച്ചു തള്ളുകയാണ്. പക്ഷേ ഒരു UDF MPക്ക് മാത്രം ഇതൊരു ആഘോഷമായി മാറി.